നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങുകയാണ്. നിർണായക നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും SIT ചോദ്യം ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തത്. ചില കാര്യങ്ങൾ ചോദിച്ചറിയുകയാണുണ്ടായതെന്നും പറയാനുള്ളത് പറഞ്ഞെന്നും കടകംപള്ളി പ്രതികരിച്ചു. അതേസമയം കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിന്റെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടി നീട്ടി. കൊല്ലം വിജിലൻസ് കോടതിയാണ് റിമാൻഡ് കാലാവധി നീട്ടിയത്. ഇരയാകപ്പെടുന്നുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനെല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളുമെന്നും ദൈവതുല്യനാരെന്ന ചോദ്യത്തിന് ശവന്തിനികളല്ലെന്നുമായിരുന്നു പത്മകുമാറിന്റെ മറുപടി. എന്തോ വേട്ടനായ്ക്കളല്ല, ഏതായാലും വേട്ടനായ്ക്കളല്ല. ഈ എല്ലാത്തിനും സാറിന്റെ പേര് മാത്രമാണ്. അതെ, നോക്കാം. അയ്യപ്പൻ നോക്കിയോളൂ. കടകംപള്ളിയാണോ കടകംപള്ളിയാണോ ഏതായാലും ശവന്തീനികളല്ല. കേസിൽ സംശയനിഴലിലുള്ള D മണിയെയും മണിയുടെ സഹായിയായ ബാലമുരുകനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് BV അരുണും സാരംഗ് സുധാകരനും ചേരുന്നുണ്ട്. ആദ്യം അരുണിലേക്കാണ്. അരുൺ, വിദേശ വ്യവസായിയുടെ മൊഴിയാണ് ഈ കേസിൽ വലിയ വഴിത്തിരിവുണ്ടാക്കിയത്. അതായത് തലസ്ഥാനത്തുള്ള തിരുവനന്തപുരത്തുള്ള ഒരു ഉന്നതന് പണം കൈമാറി, പല ഉന്നതർക്കും ഇതിൽ ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള മൊഴി നൽകുന്നു. അതിനുശേഷമാണ് ആ ദൈവതുല്യൻ ആരാണെന്ന കാര്യത്തിലൊക്കെ പല രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നത്. ആരാണ് ദൈവതുല്യൻ എന്ന ചോദ്യം, അത് കടകംപള്ളിയാണോ? മാത്രമല്ല കടകംപള്ളി ഇപ്പോൾ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി സുരേന്ദ്രൻ മുൻ മന്ത്രി ഈ കേസിൽ കുടുങ്ങുമോ? അരുൺ, അന്വേഷണ സംഘത്തിൽ നിന്ന് അത്തരം വിവരങ്ങൾ കൃത്യമായി ലഭിച്ചിട്ടില്ല. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ 2 മണിക്കൂറോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ചയാണ്. വളരെ പ്രധാനപ്പെട്ട നീക്കമായി തന്നെ കാണണം. ഇതുവരെ ചോദ്യം ചെയ്യലിന് മുന്നിൽ ജയിലിന് വേണ്ടി SITക്ക് മുന്നിൽ ഹാജരായ ഏറ്റവും ഉന്നതനായ ചോദ്യത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ എന്ന പേര് നമ്മൾ പറയേണ്ടി വരും. കാരണം അദ്ദേഹം മുൻ ദേവസ്വം മന്ത്രിയാണ്, CPMന്റെ സംസ്ഥാന സമിതി അംഗമാണ്. അത്തരം ഒരു പ്രധാനപ്പെട്ട ആളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കടകംപള്ളിക്ക് ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ മൊഴികൾ ലഭിച്ചിട്ടുണ്ടെന്ന കാര്യമാണ് ഏറ്റവും പ്രധാനം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളിക്ക് ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം വിശദീകരിച്ചത് ദേവസ്വം മന്ത്രിയായിരിക്കെ വന്ന ഒരു സ്പോൺസർ എന്ന ബന്ധം മാത്രമാണ് തനിക്കുള്ളത്. അതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല. കടകംപള്ളിയെ ബന്ധിപ്പിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ഈ മറ്റേതെങ്കിലും മൊഴി ലഭിച്ചിട്ടില്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധമാണ്. അത് ദേവസ്വം മന്ത്രിയും ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രധാന ക്ഷേത്രമായ ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിൽ അപ്പുറത്തേക്ക് ബന്ധമില്ല എന്നാണ് കടകംപള്ളി ഇതുവരെ വ്യക്തമാക്കിയിട്ടുള്ളത്. മറിച്ച് എന്തെങ്കിലും തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്ന കാര്യമാണ് ഇനി വ്യക്തമാകേണ്ടത്. മറ്റൊരു കാര്യം, കടകംപള്ളി ആദ്യഘട്ടം മുതൽ പറഞ്ഞിരുന്നത് ദേവസ്വം ബോർഡാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ദേവസ്വം ബോർഡിനെ ദേവസ്വം മന്ത്രിക്ക്, ദേവസ്വം വകുപ്പിന് ഈ ബോർഡ് ക്ഷേത്രങ്ങളുടെ ദൈനംദിന കാര്യനിർവഹണത്തിൽ ഒരു റോളുമില്ല. ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവം പോലുള്ള വരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ക്രമീകരണങ്ങൾക്ക് പോകുന്നതിനപ്പുറത്തേക്ക് ദൈനംദിന കാര്യങ്ങളുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. താൻ മാത്രമല്ല, ഏത് ദേവസ്വം മന്ത്രി വന്നാലും ഒരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് കടകംപള്ളി നേരത്തെ നിലപാട് വ്യക്തമാക്കിയത്. ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിലും അദ്ദേഹം അതേ നിലപാട് ആവർത്തിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ നിന്ന് മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഈ വിദേശ വ്യവസായിയുടെ ഇടപെടലും വ്യവസായിയുടെ മൊഴിയുമൊക്കെ കടകംപള്ളി സുരേന്ദ്രനെതിരെയാണെന്ന കാര്യത്തിലും ഇതുവരെ അത്തരമൊരു റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ട് വിവരങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ല. അത്തരമൊരു വ്യവസായി ഉണ്ട് എന്ന് പറഞ്ഞത് രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം അല്പസമയത്തിനകം വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഏതായാലും കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം തന്നെയാണ്. അത് അദ്ദേഹത്തെ ഒരുപക്ഷെ ഇതിനുശേഷം തെളിവുകൾ കിട്ടിയാൽ പ്രതിയെ ചേർക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വീഴ്ചയില്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കാനോ ഒക്കെ അന്വേഷണ സംഘത്തിന് കഴിയും. പക്ഷേ അവിടേക്ക് കൂടി അന്വേഷണം എത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും നാൾ BJPയും കോൺഗ്രസും, പ്രത്യേകിച്ച് കോൺഗ്രസ്, UDF ആരോപിച്ചത് വൻ തോക്കുകളിലേക്ക് പോകുന്നില്ല, പരൽമീനുകളെ മാത്രം പിടിച്ച് അന്വേഷണം പോവുകയാണ്, ഉഴപ്പുകയാണ്. വലിയ പേരുകൾ കാണുമ്പോൾ അന്വേഷണ സംഘത്തിന് മുട്ടിടിക്കുന്ന വിമർശനമൊക്കെ ഉയർന്നു വന്നത്. പക്ഷേ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ വരെ എത്തി നിൽക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിലാണ്. കഴിഞ്ഞ ടൈമിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെ മൊഴി കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. പ്രശാന്തിനെയും ചോദ്യം ചെയ്തത് വേണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ പറയാം.
വലിയ ആളുകളിലേക്ക് വൻ തോക്കുകളിലേക്ക് അന്വേഷണം നീങ്ങുന്നു. അതിലേറ്റവും പ്രധാനി കടകംപള്ളി സുരേന്ദ്രനാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ ബാധിച്ചു എന്ന് CPM ഇന്നലെ സമ്മതിച്ചിരിക്കുന്നു. അതിൻ്റെ മുറിവുകൾ ഉണക്കാനുള്ള ശ്രമങ്ങളുമായി വീടുകൾ കയറിയിറങ്ങാൻ പോവുകയാണ് CPM. ആ സാഹചര്യത്തിൽ ഇത് രാഷ്ട്രീയമായി കൂടി CPMന് സംസ്ഥാന സർക്കാരിന് ലഭിച്ച വലിയൊരു തിരിച്ചടിയായി കൂടി ഈ കടകംപള്ളിയുടെ ചോദ്യം ചെയ്യലിനെ കാണാം. അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ കടകംപള്ളിയെ കേസുമായോ സ്വർണ്ണക്കൊള്ളയുമായോ ബന്ധിപ്പിക്കാനുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള കാര്യത്തിൽ ഇതുവരെയും അത്തരം വിവരങ്ങളില്ല, അതിന് വ്യക്തതയില്ല. അങ്ങനെ വന്നാൽ അത് CPMന് സർക്കാരിന് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. യെസ്, അതാണ് കാരണം. മുൻ മന്ത്രിയാണ്. എത്രത്തോളം ഇനി പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും ഈ കേസിൽ കടകംപള്ളി സുരേന്ദ്രനും നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഹൈക്കോടതി ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ചതാണ് അന്വേഷണ സംഘത്തോട്. എന്തുകൊണ്ട് ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല എന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത്. 2 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടു. ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായതെന്നും പറയാനുള്ളത് പറഞ്ഞെന്നുമായിരുന്നു കടകംപള്ളിയുടെ പ്രതികരണം. പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. താങ്കളുടെ പേരാണ് ആദ്യം വരുന്നത്. അത് ഒരു പത്മകുമാർ അടക്കമുള്ള പറയുന്നത് താങ്കളുടെ പേരാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ എന്തെങ്കിലും മറുപടി? സാരംഗ് സുധാകരൻ കൂടി ചേർന്നു. സാരംഗ്, ഈ കേസിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തുടക്കം മുതൽ കടകംപള്ളി സുരേന്ദ്രന്റെ മുൻ ദേവസ്വം മന്ത്രിയുടെ പേര് ഉയർന്നു കേട്ടതാണ്. പല ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. ഏറ്റവും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും ഒന്നിച്ചുള്ള ചിത്രങ്ങളടക്കം പുറത്തു വന്നൊരു സാഹചര്യം കൂടിയുണ്ട്. നിലവിൽ 2 മണിക്കൂർ ചോദ്യം ചെയ്തു. ശനിയാഴ്ച 2 മണിക്കൂർ ചോദ്യം ചെയ്തു. കടകംപള്ളിയെ വിട്ടയച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് കടകംപള്ളി പറഞ്ഞത് എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ സാരംഗ്? ടോം, അത്തരത്തിലുള്ള വിശദമായ വിവരങ്ങൾ യാതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. കാരണം ഈ ഒരു ചോദ്യം ചെയ്യൽ തന്നെ ദിവസങ്ങൾക്ക് ശേഷമാണ് പുറത്തറിയുന്നതടക്കം. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു രഹസ്യ സ്വഭാവം പ്രത്യേക അന്വേഷണ സംഘം സൂക്ഷിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ഈ ഒരു PS പ്രശാന്തിന്റെ ചോദ്യം ചെയ്യലായിക്കോട്ടെ, ഒരു കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യലായിക്കോട്ടെ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉന്നതരിലേക്ക് എത്താനുള്ള ഒരു നീക്കത്തിന്റെ തുടക്കമായിട്ട് തന്നെ മനസ്സിലാക്കണം. കാരണം ഹൈക്കോടതിയുടെ കർശന വിമർശനമുണ്ടായിരുന്നു. വമ്പൻ സ്രാവുകളിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല, അതിലൊരു മെല്ലെപ്പോക്ക് എന്തുകൊണ്ട് കാണിക്കുന്നു എന്ന് ഹൈക്കോടതി പരാമർശിച്ചിരുന്നു. അതിനുശേഷമാണ് ഒരു ദേവസ്വം ബോർഡ് മെമ്പർമാരിലേക്ക് അന്വേഷണം എത്തിയത്. ആ സമയത്ത് തന്നെ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത 26-ാം തീയതി ആയിരുന്നു മെമ്പർമാർക്ക് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാനുള്ള സമയം നൽകിയത്. ഏകദേശം അതോട് ചേർത്തുള്ള ഒരു ദിവസം തന്നെയാണ് കടകംപള്ളിയും ചോദ്യം ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ചോദ്യം ചെയ്യലിന്റെ സ്വഭാവം അന്നത്തെ ഒരു ദേവസ്വം മന്ത്രി എന്ന തരത്തിൽ തന്നെയാണ്. കാരണം ഒരു ശബരിമല എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെയും സർക്കാരിന്റെയും കർശന നിരീക്ഷണമുള്ള ഒരു ക്ഷേത്രമാണ്. ഒരു ദൈനംദിന കാര്യങ്ങളിലേക്ക് സർക്കാരിന്റെ ഇടപെടലുകൾ ഇല്ലെങ്കിൽ പോലും വലിയൊരു വരുമാനം സർക്കാരിലേക്ക് എത്തുന്നത് ശബരിമലയിൽ നിന്നാണ്. അതുമാത്രമല്ല സീസണിൽ വലിയ രീതിയിൽ ഭക്തജനങ്ങൾ എത്തുന്ന ഒരു സ്ഥലവുമാണ്. അതുകൊണ്ട് തന്നെ ഒരു നേരിട്ടുള്ളൊരു കൈകടത്തൽ ഇല്ലെങ്കിൽ പോലും ഈ ഒരു ദേവസ്വം മന്ത്രിക്ക് ഇക്കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ പത്മകുമാറിന്റെ അടക്കം വെളിപ്പെടുത്തലുകളിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒപ്പം വിജയകുമാറിന്റെ കാര്യങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുവലിലടക്കം തിരുത്തൽ വരുത്തി എന്നാണ് വെളിപ്പെടുത്തലുള്ളത്. അതായത് ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ നിന്ന് നടത്തേണ്ട ഒരു കാര്യം, അതായത് ഈ ഒരു സ്വർണം പൂശൽ അവിടെ നിന്നും പുറത്തു കൊണ്ടുപോയി ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കിയത് ദേവസ്വം മാനുവലിൽ തിരുത്തൽ വരുത്തിക്കൊണ്ടാണെന്നാണ് ഈ ഒരു അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പത്മകുമാർ കൊണ്ടുവന്ന എല്ലാ രേഖകളും ഒപ്പിട്ട് നൽകിയെന്നും പറയുന്നു. ഒരു ഗൂഢാലോചനയിൽ വിജയകുമാർ പങ്കാളിയായെന്നുള്ള വെളിപ്പെടുത്തൽ വരുന്നു. അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും ബോർഡ് അംഗങ്ങളും പ്രതിയാവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ദേവസ്വം മന്ത്രിക്കും എത്രത്തോളം പങ്കുണ്ട്, ഇതിന്റെ ഗൂഢാലോചനയിൽ അദ്ദേഹം പങ്കാളിയായിട്ടുണ്ടോ, ഇതിന്റെ പങ്ക് അദ്ദേഹം പറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം അന്വേഷണ സംഘം തീർച്ചയായും അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം വമ്പൻ സ്രാവുകളിലേക്ക് എത്തണമെന്ന് ഒരു ഹൈക്കോടതിയുടെ വിമർശനം നിലനിൽക്കുന്ന സമയത്ത് ഇത്രയും അധികം വിമർശനങ്ങൾ, ഒപ്പം തന്നെ ഒരു കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടും എന്തുകൊണ്ട് മന്ത്രിയിലേക്ക് അന്വേഷണം ചെന്നില്ല എന്നൊരു ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ ഒരു ചോദ്യം ചെയ്യൽ എന്ന നടപടിയിലേക്ക് കടന്നത്. PS പ്രശാന്തും ഈ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ദേവസ്വം പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് ഈ ഒരു സമയത്തടക്കം പ്രതികരിച്ചിരുന്നത് ഇതിൽ തനിക്ക് പങ്കില്ല, തന്റെ ബോർഡ് അംഗങ്ങൾക്ക് പങ്കില്ല. കാരണം ഇത് മുൻപ് നടന്ന ഒരു സംഭവമാണ്, അതിൽ ഈ ബോർഡിനെ വലിച്ചിഴക്കുന്നത് ശരിയല്ല എന്നായിരുന്നു. പക്ഷേ അദ്ദേഹത്തിലേക്കടക്കം അന്വേഷണം എത്തുന്നു എന്ന് പറയുമ്പോൾ ഇത് വലിയ സ്രാവുകളിലേക്ക് എത്താനുള്ള അന്വേഷണ സംഘത്തിന്റെ ഒരു നീക്കമായിട്ട്
തന്നെ കണക്കാക്കണം. ഒപ്പം ഡി മണിയുമായി ബന്ധപ്പെട്ട ഈ ഒരു അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഡി മണി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായിട്ട് മണിക്കൂറുകൾ കഴിയുന്നു. ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. കുടുംബത്തോടൊപ്പമാണ് എത്തിയത്. 3 അഭിഭാഷകരും അദ്ദേഹത്തിനൊപ്പം എത്തിയിരുന്നു. ഒപ്പം ശ്രീകൃഷ്ണൻ, അതായത് ഇയാളുടെ സഹായിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാലമുരുകൻ ഇവിടെയുണ്ട്. ഇവരെല്ലാം അതായത് തമിഴ്നാടുമായി ബന്ധം സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള എല്ലാ വ്യക്തികളും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായിട്ടുണ്ട്. അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും കൂടി അന്വേഷണ സംഘം സ്വീകരിക്കുക കേട്ടോ. യെസ്, തീർച്ചയായും ഇനി എന്തായിരിക്കും അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം? കാരണം ഡി മണിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിജയകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. BB അരുണിലേക്ക് ഒരിക്കൽ കൂടി. അരുൺ, അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് അംഗം ഉൾപ്പെടെ ഈ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഇനി ശങ്കർദാസിനെ ചോദ്യം ചെയ്യണം. ശങ്കർദാസ് ഇതുവരെ ഹാജരായിട്ടില്ല. അത്തരം നടപടികൾ ഉണ്ടാകണം. സ്വാഭാവികം നമുക്കറിയാം ഈ കേസിൽ സർക്കാർ ഉൾപ്പെടെ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തുടക്കം മുതൽ തന്നെ കേസ് അട്ടിമറിക്കപ്പെടുമോ എന്ന പല ആശങ്കകളുണ്ടായിരുന്നു, അത്തരം ആരോപണമുണ്ടായിരുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണം SITക്ക് മേലുണ്ട്. എന്തുകൊണ്ട് ഉന്നതരിലേക്ക് നീങ്ങുന്നില്ല? വിജയകുമാറിനെയും ശങ്കർദാസിനെയും എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല, പ്രതി ചേർത്തില്ല തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഹൈക്കോടതി ഉന്നയിച്ചൊരു സാഹചര്യം. അതിനിടെയാണ് ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടലിനെ തുടർന്ന് 26-ാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ശങ്കർദാസിനും അതോടൊപ്പം വിജയകുമാറിനും നോട്ടീസ് നൽകിയത്. വിജയകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നു. കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നു. ഇനി ആരിലേക്കൊക്കെ ആയിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് SITയുടെ നീക്കങ്ങൾ ഉണ്ടാവുക? അതാണ് ഇനി അറിയേണ്ടത്. ഈ വമ്പൻ സ്രാവുകൾ ആരാണ്, ഇതിലെ വൻതോക്കുകൾ ആരാണെന്ന കാര്യമാണ് അറിയേണ്ടത്. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തില്ല എന്ന വലിയ പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അന്വേഷണം എത്തിയാൽ പോലും കടകംപള്ളി സുരേന്ദ്രൻ ഇതുമായി ബന്ധിപ്പിക്കാനൊന്നും ഉണ്ടാകില്ലെന്നൊരു പ്രതീക്ഷയും ആത്മവിശ്വാസവുമാണ് CPM കേന്ദ്രങ്ങളും കടകംപള്ളിയും ഒക്കെ നേരത്തെ മുതൽ പങ്കുവച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പങ്ക് എന്തെന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഈ ആരെങ്കിലും രക്ഷിക്കാൻ തക്ക ഇടപെടൽ നടത്താൻ SITക്ക് കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഹൈക്കോടതിയുടെ സൂക്ഷ്മ നിരീക്ഷണമുണ്ട്. ഇന്നും ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല തരത്തിൽ വിമർശിച്ചുകൊണ്ട് പരാമർശങ്ങൾ വന്നതായി അറിയുന്നു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും അത്ര എളുപ്പമല്ല ആരെയും രക്ഷിക്കാൻ. ആർക്ക് പങ്കുണ്ടെങ്കിലും അവരൊക്കെ നിയമത്തിന് മുന്നിൽ വരട്ടെ എന്നാണ് ഇന്നലെയും CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അതുകൂടി ചേർത്ത് വായിക്കണം കടകംപള്ളിയുടെ ഇപ്പോഴത്തെ ചോദ്യം ചെയ്യലുമായി. പക്ഷേ കടകംപള്ളിയെ ഏതെങ്കിലും തരത്തിൽ ബന്ധിപ്പിക്കാൻ തെളിവ് ലഭിച്ചു എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. അതിനപ്പുറത്തേക്ക് ആരൊക്കെയുണ്ട്? പല പേരുകളും, ഉന്നത വ്യവസായിയുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര കച്ചവട സംഘമുണ്ട്, ഇത്തരത്തിൽ ഈ പുരാവസ്തു കച്ചവട സംഘത്തിൻ്റെ പങ്കുണ്ടെന്ന ആരോപണമൊക്കെ രമേശ് ചെന്നിത്തല അടക്കം നേരത്തെ ഉന്നയിച്ചതാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ സ്വാഭാവിക അന്വേഷണം പോകും. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയമായി പറയാൻ കഴിയുന്നതിൽ ഏറ്റവും ഉന്നതൻ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ. ഇപ്പോൾ ഈ SITയുടെ ചോദ്യം ചെയ്യലിൽ ഹാജരായ ഏറ്റവും ഉന്നതൻ കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ്. ഒരുപക്ഷെ ഇപ്പോഴത്തെ മന്ത്രി അടക്കം ചോദ്യം ചെയ്യണമെന്ന ആവശ്യമൊക്കെ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമോ എത്രത്തോളം അത്തരം നടപടിയിലേക്ക് കടക്കുമെന്ന് അത് വ്യക്തതയില്ല. പക്ഷേ മുൻ ദേവസ്വം മന്ത്രി വരെ എത്തി നിൽക്കുന്നു. അത് ചെറിയ മീനല്ല. കടകംപള്ളിയെ ചോദ്യം ചെയ്ത് തന്നെ ആ രീതിയിൽ വലിയ പ്രാധാന്യമുള്ളതാണ്. CPMനെ, സർക്കാരിനെ രാഷ്ട്രീയമായി സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഇതിൽ നിന്ന് മറുപടി പറയുക അല്ലെങ്കിൽ രക്ഷ നേടുക അത്ര എളുപ്പമല്ല CPMന്. അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ ഇതുമായി ഒരു ബന്ധവുമില്ല എന്ന് SIT വ്യക്തമാക്കണം. അത് കോടതിയെ അംഗീകരിക്കുന്ന സാഹചര്യവും ഉണ്ടാകണം. യെസ്, BB അരുണാണ് വിവരങ്ങൾ നൽകിയത്. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നു. അന്വേഷണ സംഘത്തിൽ 2 CIമാരെ കൂടി ഉൾപ്പെടുത്താനാണ് തീരുമാനം. ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് SITയുടെ ആവശ്യം അംഗീകരിച്ചത്. അതേസമയം കേസിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ഹൈക്കോടതിക്ക് മുന്നിലെത്തും. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ കൂടി ചേരുന്നു. ഡാനി, ഈ കേസിൽ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. പല ഉന്നതരിലേക്കും അന്വേഷണം എത്തുന്നു. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് വരും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതിനിടെയാണ് അന്വേഷണ സംഘം വിപുലീകരിക്കാനുള്ള തീരുമാനം. ഹൈക്കോടതി അതിന് അനുമതി നൽകിയിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ?
ടോം, ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം ഒരു ഉപഹർജിയായിട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് ഇത് പരിഗണിച്ചത്. പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത് അവർ അംഗസംഖ്യ വിപുലമാക്കണം, അന്വേഷണ സംഘത്തിന് എണ്ണം വർദ്ധിപ്പിക്കണം, 2 CIമാരെ കൂടി ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തണം. കാരണം ഇപ്പോൾ നടക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമാണ്. വിവിധ ആളുകളെ ചോദ്യം ചെയ്യുക, മറ്റിടങ്ങളിലേക്ക് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ടി വരിക തുടങ്ങി വലിയ ഒരു അന്വേഷണ ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നിലവിലുള്ള ഒരു അംഗസംഖ്യ പരിമിതമാണ്. കൂടുതൽ അംഗങ്ങളുള്ള ഒരു ടീമായിട്ട് ഇതിനെ മാറ്റണം. അതിന് ലീഡർഷിപ്പ് ഉള്ള ആ സ്ഥാനത്തേക്ക് തന്നെയാണ് 2 പേർ വരേണ്ടത്. അങ്ങനെയാണ് 2 CI പോസ്റ്റിൽ ഉള്ള റാങ്കിലുള്ള 2 പേരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്നത് പറഞ്ഞത്. അതിൽ ആരൊക്കെ എന്നത് എല്ലാം തന്നെ പിന്നീട് തീരുമാനിക്കുകയും കോടതിയുടെ ഒരു തീരുമാനത്തിലേക്ക് അതിന് വിടുകയും എല്ലാം ചെയ്യും. എന്തായാലും അംഗസംഖ്യ വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. ഹൈക്കോടതി അത് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഇന്നത് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പലപ്പോഴും കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി ചോദിച്ചത് ഇത് അന്വേഷണം മരവിപ്പിച്ചോ അല്ലെങ്കിൽ ആ രീതിയിലാണല്ലോ കാര്യങ്ങളെന്നെല്ലാം തന്നെ വിമർശിക്കുകയുണ്ടായി. കൂടുതൽ പേരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല, കൂടുതൽ അറസ്റ്റുകൾ ഈ കേസിലില്ലേ എന്ന് ഹൈക്കോടതി പോലും ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു കാര്യങ്ങൾ. അപ്പോൾ കുറെ കൂടി കാര്യങ്ങൾ ത്വരിതപ്പെടുത്തണമെങ്കിൽ, അന്വേഷണത്തിലേക്ക് കുറച്ചുകൂടി വേഗത കൂട്ടണമെങ്കിൽ കൂടുതൽ ആളുകളെ കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന വസ്തുതയാണ് കോടതിക്ക് മുൻപാകെ അന്വേഷണ സംഘം, ഈ ദൗത്യ സംഘം അപേക്ഷയായി സമർപ്പിച്ചത്. കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഉള്ള തുടർ നടപടികളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതുകൊണ്ട് കോടതിയുടെ കൂടി അനുമതിയും കാര്യങ്ങളും എല്ലാം വേണം. അതുകൊണ്ട് കോടതി ഇതിന് അനുമതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഈ കേസിലൊരു മെല്ലെപ്പോക്കോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. കൂടുതൽ ആളുകളില്ലാത്തതെല്ലാം തന്നെ തങ്ങളുടെ വേഗതയെ ബാധിച്ചിട്ടുണ്ട് എന്നതെല്ലാം നേരത്തെ അവർ വിശദീകരമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കൂടി ഒരു പരിഹാരം കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ കൂടുതൽ ചടുലമാർന്ന നീക്കങ്ങൾ ഇനി പ്രതീക്ഷിക്കാം നമുക്ക്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ നീക്കങ്ങളാണ് നടക്കുന്നത്. പലരിലേക്കും തന്നെ അന്വേഷണം എത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നു. പലരെയും കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. അന്തർ സംസ്ഥാന ബന്ധങ്ങളടക്കം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്ന ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം അത് വിപുലീകരിക്കുകയും ചെയ്യുന്നത്. ഇത് കേസ് അന്വേഷണത്തെ മുന്നോട്ടുള്ള പോക്കിനെ സുഗമമാക്കുമെന്നതാണ് അന്വേഷണ സംഘം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ടോം, സാരംഗ് സുധാകരൻ കൂടി ചേരുന്നു. സാരംഗ്, ഇവിടെ പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിക്കാൻ തീരുമാനമുണ്ടായിരിക്കുന്നു. 2 CIമാർ കൂടി അന്വേഷണ സംഘത്തിലേക്ക് വരികയാണ്. ഇനി എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്ന നടപടികൾ? ഏവരും ഉറ്റുനോക്കുന്നതാണ്. കാരണം CPM പോലും ഇപ്പോൾ ഒരാശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്നുണ്ട്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ CPMന്, സർക്കാരിന് ഇനി പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയില്ല. സർക്കാരിന് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇത്രയധികം തിരിച്ചടി ഇടതുപക്ഷത്തിന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു, ആ കേസായിരുന്നു, ആരോപണങ്ങളായിരുന്നു. അത്തരമൊരു സാധ്യത കാണുന്നുണ്ടോ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്ന നടപടി? അതല്ലെങ്കിൽ ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിജയകുമാർ പിടിയിലായിട്ടുണ്ട്, അറസ്റ്റിലായിട്ടുണ്ട്. ഇനി ശങ്കർദാസിൻ്റെ ഇടപെടൽ എന്താണ്? അതോടൊപ്പം PS പ്രശാന്തിന് ഈ കേസിൽ ഏതെങ്കിലും രീതിയിലുള്ള പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരണമല്ലോ സാരംഗ്. ടോം, ഇപ്പോൾ CPM നേതൃത്വമടക്കം കടന്നുപോകുന്നു എന്ന കാര്യം തീർച്ചയാണ്. കാരണം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റതിൽ പഠനം നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പുതിയ കണ്ടെത്തലുകളടക്കം CPM നടത്തുന്നു. പക്ഷേ ആ സമയത്തും ഇത് ഒരു വലിയൊരു പ്രതിസന്ധി മറികടക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവർ കടന്നുപോകുന്നത്. കാരണം നിയമസഭാ ഇലക്ഷൻ അധികം വൈകാതെ തന്നെ എത്തുന്നു. ആ സമയത്തും അന്വേഷണം ഇങ്ങനെ കടുത്ത രീതിയിലേക്ക് ഉന്നതരിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നിയമസഭാ ഇലക്ഷനിലും കൃത്യമായി പ്രതിഫലിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു ഉന്നതരിലേക്ക് എത്തുന്നത്. അതും ദേവസ്വം മന്ത്രിയിലേക്ക് അടക്കം എത്തുക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യം തീർച്ചയാണ്. മാത്രമല്ല വിജയകുമാറിന്റെ അടക്കം വിശദീകരണം, അതായത് അവരുടെ വെളിപ്പെടുത്തലും കൂടുതൽ നിർണായകമാണ്. കാരണം ഒരു ദേവസ്വം പ്രസിഡന്റിന് മാത്രം ഉൾപ്പെട്ടുകൊണ്ട് യാതൊരുവിധ കാര്യങ്ങളും ശബരിമലയിലായിക്കോട്ടെ ചെയ്യാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള വലിയ കൊള്ളയാണെന്നുണ്ടെങ്കിൽ അത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ മാത്രം, അതായത് പത്മകുമാർ ആയിക്കോട്ടെ, പ്രസിഡന്റ് ആയിക്കോട്ടെ, ബോർഡ് അംഗങ്ങളായിക്കോട്ടെ, അവർ മാത്രം വിചാരിച്ചാൽ മാത്രം ഇത് സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ സ്വർണ്ണം ഇവിടെ നിന്നും കൊള്ള ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്ന അത്ര
എളുപ്പമല്ല. കാരണം പുറത്തെ മാർക്കറ്റിലേക്ക് എത്തിക്കണം, ഇത് വാങ്ങുന്ന ആൾക്കാരിലേക്ക് എത്തിക്കണം, അതിന്റെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യണം, അത് എല്ലാവർക്കും വീതിച്ച് നൽകണം. അങ്ങനെ ഈ കൊള്ള എന്ന് വളരെ എളുപ്പത്തിൽ നമ്മൾ പറയുമ്പോഴും ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ഇതിന് പിന്നിൽ പിന്തുണ നൽകിയവർ ആരൊക്കെയാണ്, കൃത്യമായി നേരിട്ട് ഈ കാര്യത്തിൽ പങ്കെടുക്കാതെ ഇതിന്റെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തത് ആരൊക്കെയാണെന്ന കാര്യത്തിലേക്ക് ഇനിയും അന്വേഷണ സംഘം എത്താനുണ്ട്. ആ അന്വേഷണത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിപുലീകരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത് വലിയ തലത്തിലേക്ക്, അതായത് അന്താരാഷ്ട്ര തട്ടിപ്പ് സംഘത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, കൂടുതൽ ഉന്നതരിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ ഒരു അന്വേഷണ പുരോഗതി അടക്കം ഹൈക്കോടതിയെ ധരിപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ കൂടുതൽ സേനാബലം വേണം. ഒപ്പം തന്നെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്തണമെങ്കിൽ, അതായത് രേഖകളടക്കം പരിശോധിക്കണം. അതായത് വിജയ് മല്യ സ്വർണം പൂച്ച സമയം തൊട്ടുള്ള ഇത് തട്ടിപ്പ് നടക്കുന്ന സമയം വരെയുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യേണ്ടത് അന്വേഷണ സംഘം നേരിടും. കാരണം നിലവിൽ തന്നെ അന്വേഷണ സംഘത്തിന്റെ എണ്ണം കുറവാണ്, അതായത് ഈ സേനാംഗങ്ങളുടെ എണ്ണം കുറവാണെന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ടാണ് ഈ ഒരു അന്വേഷണ സംഘം അതായത് എണ്ണം വർദ്ധിപ്പിക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ശങ്കർദാസിന്റെ കാര്യം സൂചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എൻ വിജയകുമാറിനൊപ്പം തന്നെ ഈ ഒരു ദേവസ്വം ബോർഡിലെ മെമ്പർ ആയിരുന്നു എൻ ശങ്കർദാസ്. ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു മെമ്പർ എന്ന നിലയിൽ അദ്ദേഹത്തിനും ഇതിന് എത്രത്തോളം പങ്കുണ്ട് എന്ന കാര്യം വിശകലനം ചെയ്യുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാതിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാഹചര്യം അടക്കം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നീക്കങ്ങളടക്കം മനസ്സിലാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അറസ്റ്റിലേക്കും കാര്യങ്ങൾ കടന്നേക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കടകംപള്ളിയിലേക്ക് വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം ഒരു ദൈനംദിന കാര്യങ്ങളിലേക്ക് സർക്കാർ ഇടപെടുന്നില്ല എങ്കിൽ പോലും ഒരു ദേവസ്വം മന്ത്രി അറിയാതെ ഈ ഒരു കാര്യം പോയി എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരു കടകംപള്ളിക്ക് കാര്യത്തിൽ ഒരു പങ്കില്ല എന്ന് തന്നെ നമ്മൾ കരുതുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര വലിയൊരു കൊള്ള അവിടെ നടന്നിട്ട് മന്ത്രി അത് അറിഞ്ഞില്ല എന്ന് പറയുന്നതും ഒരു കുറ്റകരമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ കടക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ PS പ്രശാന്തിലേക്ക് അന്വേഷണം നീങ്ങുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ, അതായത് തൊട്ടു മുൻപത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തിലേക്ക് അന്വേഷണം നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ അന്വേഷണ സംഘം മറ്റ് പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ ഒരു കൊള്ള നടന്നു എന്ന് പറയുന്ന സമയത്തെ കാലഘട്ടത്തിൽ നിന്നും മാറിയിട്ടുള്ള ഒരു ദേവസ്വം ബോർഡിനെ പ്രസിഡന്റിനെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ദേവസ്വം ബോർഡ് ഈ ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ട കൂടുതൽ കൊള്ളകളും അതുപോലെ തന്നെ കൂടുതൽ തട്ടിപ്പുകളിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിന് ഒപ്പം തന്നെ ഇതിന് സമാന്തരമായിട്ട് തന്നെയാണ് ഈ ഒരു ഡിണ്ടിഗലിൽ നിന്നും വന്നിട്ടുള്ള ഈ ഒരു ബാലമുരുകൻ, ഒപ്പം തന്നെ ഡി മണി, ഒപ്പം ശ്രീകൃഷ്ണൻ എന്നിവരിലേക്കും അന്വേഷണം വ്യാപിക്കുന്നത്. 3 പേരും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെയാണ്. ഡി മണി രാവിലെ തന്നെ 10 മണിയോട് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നു. H വെങ്കടേഷ് ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹവും ഈ ഒരു ചോദ്യം ചെയ്യൽ നടപടികളിൽ പങ്കാളിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മാറുകയും ചെയ്തു. അറസ്റ്റിലേക്ക് കടക്കുമോ എന്നുള്ളൊരു നിർണായക ചോദ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇവരുമായി ബന്ധപ്പെട്ട്, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ്, ശനിയാഴ്ചയാണ് 2 മണിക്കൂറോളം മുൻ മന്ത്രിയെ ചോദ്യം ചെയ്തത്. ഇതോടൊപ്പം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തിരുന്നു. കൂടുതൽ പേരുടെ അറസ്റ്റിലേക്ക്, കൂടുതൽ പേരുടെ ചോദ്യം ചെയ്യലിലേക്ക് SIT നീങ്ങുമെന്നാണ് സൂചനകൾ. സേവ് ബോക്സ് തട്ടിപ്പിൽ കൂടുതൽ അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നടൻ ജയസൂര്യയ്ക്ക് ലഭിച്ചത് കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണമാണെന്നാണ് EDയുടെ നിഗമനം. ഇതോടെ ജയസൂര്യയുടെ മൊഴി പരിശോധിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യും. എന്നാൽ പരസ്യ ചിത്രത്തിൽ കരാർ പ്രകാരം അഭിനയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്നും തനിക്ക് കമ്പനിയുമായി ബന്ധമില്ലെന്നുമാണ് ജയസൂര്യയുടെ മൊഴി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഈ കേസിൽ തനിക്ക് പങ്കില്ല, പരസ്യത്തിൽ അഭിനയിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ജയസൂര്യയുടെ വിശദീകരണം. പക്ഷേ ഈ തട്ടിപ്പ് പണം, അതിൻ്റെ ഒരു വിഹിതം ജയസൂര്യയ്ക്ക് കിട്ടി എന്നൊരു നിഗമനം അന്വേഷണ സംഘത്തിനുണ്ട്. ഇതോടൊപ്പം കൂടുതൽ താരങ്ങൾക്ക് ഈ കേസുമായി ബന്ധമുണ്ടെന്ന് ED സംശയിക്കുന്നു. അങ്ങനെയെങ്കിൽ കൂടുതൽ പേരുടെ ചോദ്യം ചെയ്തതിൽ EDയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? ഇനി ഉണ്ടാകാൻ പോകുന്ന നടപടികൾ എന്തൊക്കെയായിരിക്കും? ടോമി, സേവ് ബോക്സ് നിക്ഷേപ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED ആദ്യം 2 രീതിയിലാണ് അന്വേഷണം പോകുന്നത്. ഒന്ന്, പ്രാഥമികമായും തന്നെ ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കള്ളപ്പണം, ഹവാല മണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് അന്വേഷിക്കുന്നുണ്ട്. രണ്ടാമത്, ഇതിൽ കൂടുതൽ പേര് തട്ടിപ്പിനിരയായിട്ടുണ്ട്. ഈ പണം എന്തു ചെയ്തു എന്നതാണ്. കാരണം കോടിക്കണക്കിന് രൂപ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് പലരിൽ നിന്ന്. ഈ പണം ഏത് രീതിയിലാണ് അവർ വിനിയോഗിച്ചിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ED പരിശോധിക്കുകയാണ്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്ത നടൻ ജയസൂര്യയെ
രണ്ടാം വട്ടമാണ് വിളിച്ചു വരുത്തിയത്. ആദ്യഘട്ടത്തിൽ ജയസൂര്യ നൽകിയ വിശദീകരണങ്ങളിൽ തുടർന്നാണ് പിന്നീടും ഇവിടേക്ക് വരേണ്ടി വരികയും പിന്നീട് മണിക്കൂറുകളോളം ജയസൂര്യയെ ചോദ്യം ചെയ്യുകയും ചെയ്തത്. ജയസൂര്യ പ്രധാനമായും പറയുന്നത് തനിക്ക് മറ്റൊരു ഇടപാടുമോ അവരുമായിട്ട് ഓഹരി പങ്കാളിത്തമോ നിക്ഷേപമോ ഒന്നും തന്നെ അവരുമായിട്ടില്ല. ഒരു അഭിനേതാവെന്ന രീതിയിൽ തന്നെ അവർ ഉപയോഗപ്പെടുത്തുന്നു. അത് ബ്രാൻഡ് അംബാസഡറെ അഭിനയിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അതിന് കരാർ പ്രകാരം അവരുടെ പരിപാടികൾ പങ്കെടുക്കുക, ഒപ്പം തന്നെ അവരുടെ തുക ഇത് സംബന്ധിയായ പ്രതിഫലം സംബന്ധിയായ തീരുമാനവുമായിരുന്നു. ഇതിൽ തന്നെയും തനിക്ക് കുറച്ച് പണം മാത്രമാണ് നൽകിയിട്ടുള്ളത് എന്നതാണ് ജയസൂര്യ പറഞ്ഞിരിക്കുന്നത്. ഇതല്ലാതെ മറ്റൊരു രീതിയിലൊരു ബന്ധമോ സൗഹൃദങ്ങളോ ഒന്നും തന്നെയില്ല. ഒരു ബിസിനസ് എന്ന രീതിയിലുള്ള തന്നെ ബ്രാൻഡ് വാല്യൂ ഉപയോഗപ്പെടുത്തുന്നു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഫലം മാത്രമാണ് ഇതിൽ ചർച്ചയായിട്ടുള്ളൂ എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അവിടെ വരുമ്പോൾ ഒരു കുഴപ്പം വരുന്നത് ഇയാൾ ഏത് രീതിയിൽ സമാഹരിച്ച പണമാണ് എന്നതാണ് വിഷയം. അതിൻ്റെ ഒരു ഓഹരി അല്ലെങ്കിൽ അതിലുള്ള ഒരു പ്രതിഫലമാണ്. അതിൽ നിന്നാണ് ജയസൂര്യക്കടക്കം പ്രതിഫലമായി നൽകിയിട്ടുള്ളതെങ്കിൽ ആ തുക കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവരും ഇതിൻ്റെ ഈ ഒരു പരിധിയിലേക്ക് തന്നെയാണ് വരുന്നത്. അന്വേഷണത്തിൻ്റെയും അതോടൊപ്പം തന്നെ നിയമ നടപടികളുടെയും പരിധിയിലേക്കാണ് വരുന്നത്. അത് ഇവർക്ക് എത്ര കണ്ടത് അറിയാം, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം തന്നെ സാധ്യതകളും നിരത്തേണ്ടി വരും. എങ്കിൽ കൂടിയും ഇതിൻ്റെ ഭാഗമാക്കാവുകയാണ് ഇത് നിയമം അനുസരിച്ച് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവരുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇടി പരിശോധിക്കുന്നു. ഈ പ്രതിഫലം അല്ലാതെ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, ബാക്കി പണം നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് എന്താണ് അതിനൊരു വ്യവസ്ഥ ഇതിന്റെ പ്രോഫിറ്റ് ഷെയറിംഗോ കാര്യങ്ങളോ നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട് ഇഡിക്ക്. പക്ഷേ ഇവിടെ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന രീതിയിലാണ് ജയസൂര്യയുടെ പങ്ക്. ജയസൂര്യ പരസ്യത്തിൽ അഭിനയിച്ചു, അത് കരാർ പ്രകാരമാണ്. ആ ഒരു തട്ടിപ്പ് പണത്തിൻ്റെ വിഹിതം ജയസൂര്യ കൈപ്പറ്റിയത് ഈ തട്ടിപ്പാണെന്ന് ഒരു പക്ഷേ അറിഞ്ഞുകൊണ്ടായിരിക്കുമോ? അതല്ലെങ്കിൽ നമുക്കറിയാം ഈ ഭൂട്ടാൻ കാർ തട്ടിപ്പ് കേസിൽ ഉണ്ടായതുപോലെ പല താരങ്ങളും ഈ കാറ് വാങ്ങിയത് ഇത് ഈ രീതിയിൽ നികുതി വെട്ടിച്ച് എത്തിച്ച കാറാണെന്നൊരു അറിവുണ്ടായിരുന്നില്ല. സമാനമായ രീതിയിൽ ജയസൂര്യക്ക് അറിവുണ്ടായിരുന്നോ ഈ തട്ടിപ്പിനെ കുറിച്ച്, അതോ അബദ്ധത്തിൽ ഈ കേസിൽ പെട്ടതായിരിക്കുമോ? ജയസൂര്യ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ഇയാൾക്ക് മറ്റ് ഇടപാടുകൾ, ഇയാളുടെ മറ്റ് സാമ്പത്തിക വശങ്ങൾ, ബിസിനസ് കാര്യങ്ങൾ ഇതൊന്നും ജയസൂര്യയുമായി ബന്ധപ്പെട്ടുള്ളതല്ല, തനിക്കിതുമായി ബന്ധപ്പെട്ട് അറിവില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ബിസിനസ് ഡീൽ എന്ന രീതിയിൽ മാത്രമാണ് അതിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ല, അതിനെക്കുറിച്ച് താൻ പൂർണ്ണനായും അജ്ഞനാണ് എന്നതാണ് ജയസൂര്യ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ചുള്ളത്. അതല്ല എന്ന് ഇഡിക്ക് സ്ഥാപിക്കണമെങ്കിൽ ഇഡിക്ക് ഇവരുടെ ഈ കണക്കുകൾ, അതോടൊപ്പം തന്നെ ബാങ്ക് ഇടപാടുകൾ, കാര്യങ്ങൾ ഇതെല്ലാം തന്നെ പരിശോധിച്ച് അതിലൊരു രേഖ കണ്ടെത്തുകയും കാര്യങ്ങളിലേക്ക് പോകണം. അല്ലെങ്കിൽ അത് സ്ഥാപിക്കപ്പെടുന്നതായ ഏതെങ്കിലും മൊഴികളോ കാര്യങ്ങളോ വേണം. നേരത്തെ തന്നെ അറസ്റ്റിലായ സ്വാതിക് റഹീം എന്ന് പറയുന്ന ഈ കമ്പനി ഉടമസ്ഥൻ ഇതിൽ 2023 തൃശ്ശൂർ ഈസ്റ്റ് പോലീസിൻ്റെ കസ്റ്റഡിയിലാവുന്നത്, അറസ്റ്റ് രേഖപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള നടപടികൾ പിന്നീട് ഇത് കള്ളപ്പണം അടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലേക്കാണ്, നിഗമനത്തിലേക്കാണ് പോയിരുന്നത്. അവിടെയാണ് ഈ ഇഡി കടന്നു വരികയും പരാതികൾ പരിശോധിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അങ്ങനെ ഈ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി ആണോ, ഇയാൾക്ക് ജയസൂര്യക്ക് അതുമായി ബന്ധപ്പെട്ട അറിവുണ്ടായിരുന്നു എന്നതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ആ പണം ഉപയോഗിച്ച് തനിക്ക് പണം നൽകിയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ രേഖാമൂലമുള്ള കാര്യങ്ങൾ കൂടി വേണ്ടതാണ്. അപ്പോൾ മറ്റൊന്ന്, ഇവർ തമ്മിലുള്ള ഒരു പരിചയം, അത് വലിയ സൗഹൃദമാണോ എന്ന് അതുകൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളിൽ സിനിമാ സംബന്ധിയായ ബന്ധങ്ങൾ മാത്രം, അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ ബന്ധങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന രീതിയിലുള്ളൊരു മറുപടിയാണ് ജയസൂര്യ നൽകിയിരിക്കുന്നത്. ഇയാൾക്ക് സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള സൗഹൃദങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. 2 സിനിമകളിലും മറ്റും ഇയാൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ സ്വാതിക് റഹീം എന്ന് പറയുന്ന ഇയാൾ അഭിനയിച്ചിട്ടുണ്ട്. സിനിമാ സൗഹൃദങ്ങളെ പൂർണ്ണമായും തന്നെ തൻ്റെ ബിസിനസ് ലാഭത്തിലേക്ക് ഉപയോഗപ്പെടുത്തുക എന്ന രീതിയിൽ തന്നെയാണ് ഇവരെല്ലാം കണ്ടിരുന്നതും ഉപയോഗിച്ചിരുന്നതും. അത് താരങ്ങൾക്ക് എത്ര കണ്ട് അറിയാമായിരുന്നു എന്നതാണ് ഇനിയുള്ള കാര്യം. അവർ അതിന് പ്രതിഫലം വളരെ കൂടുതലായി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും തന്നെ അവർക്ക് അറിഞ്ഞുകൊണ്ട് ഉള്ള ഒരു രീതിയിലേക്കാണെന്ന് സംശയിക്കേണ്ടി വരുന്നു. ജയസൂര്യ പറയുന്നു, ജയസൂര്യക്ക് ഒരു പകുതിയിൽ തുക മാത്രമാണ് ലഭിച്ചത് ഓഫർ ചെയ്തതിന്, ബാക്കി തുക തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. താനും തട്ടിപ്പിൽ ഇരയായി എന്ന രീതിയിലാണ് ഇഡിയിൽ ജയസൂര്യ നൽകിയിരിക്കുന്ന മൊഴി. പക്ഷെ അത് നിലനിൽക്കണമെങ്കിൽ കുറെ കൂടി ജയസൂര്യയെ ഈ കേസിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്നത്
നൽകുന്ന സൂചന. ഇതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ സിനിമാ താരങ്ങളിലേക്കും അന്വേഷണം നീങ്ങുന്നുണ്ട്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. കർണാടക ഹോൻസൂരിൽ മലയാളിയുടെ ജ്വല്ലറിയിൽ കവർച്ചാ സംഘം ജീവനക്കാർക്ക് നേരെ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ജീവനക്കാർക്ക് നേരെ 2 തവണയാണ് കവർച്ചാ സംഘം വെടിയുതിർത്തത്. ഭാഗ്യം കൊണ്ടാണ് ജീവനക്കാർ രക്ഷപ്പെട്ടത്. ജ്വല്ലറിയിൽ നടന്നത് 10 കോടിയുടെ വൻ കവർച്ചയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. 8.5 കിലോ സ്വർണ്ണ വജ്ര ആഭരണങ്ങളാണ് കവർന്നത്. സംഘം 8 മിനിറ്റ് കൊണ്ടാണ് മോഷണം നടത്തിയതെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. കെ.ബി. ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, ഭാഗ്യം കൊണ്ടാണ് ജീവനക്കാർ രക്ഷപ്പെട്ടത്. അതായത് 2 തവണ ജീവനക്കാർക്ക് നേരെ വെടിതുർക്കുന്നുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെയായിരുന്നു കവർച്ച? മാത്രമല്ല ഇതോടൊപ്പം ഈ പ്രതികളെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ, അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ടോമെ, ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഈ ജ്വല്ലറി ജീവനക്കാർ കവർച്ച നടത്തിയതിനു ശേഷം ഈ സംഘത്തെ തടയാൻ ശ്രമിക്കുമ്പോൾ തോക്കുപയോഗിച്ച് ഇവർക്ക് നേരെ നിറയൊഴിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനം. ഭാഗ്യം കൊണ്ട്, ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവനക്കാർ രക്ഷപ്പെട്ടത്. പക്ഷെ അപ്പോഴും 8 മിനിറ്റ് കൊണ്ട് 8.5 കിലോ സ്വർണം, അതായത് 10 കോടിയോളം രൂപ വില വരുന്ന സ്വർണം കവർ ചെയ്തു. ഇതാണ് എഫ്ഐആറിൽ പറയുന്നത്. അത്രത്തോളം സ്വർണ്ണാഭരണങ്ങൾ കവർ ചെയ്ത ഒരു സംഘം, 5 പേരടങ്ങുന്ന സംഘം. CCTV ദൃശ്യങ്ങളിൽ ഇവരുടെ മുഖങ്ങൾ വ്യക്തമായിട്ടുണ്ട്. പട്ടാപ്പകൽ നടന്നൊരു സംഭവമാണ്. ഇതിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി നടന്ന സംഭവമാണ്. 2 ദിവസമാകുന്നു ഈ കവർച്ച നടന്നിട്ട്. ഒരു തുമ്പ് പോലും പ്രതികളെ കുറിച്ച് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. എന്തായാലും പോലീസ് അന്വേഷണം വ്യാപകമായി ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഈ സംഘം കേരളത്തിലേക്ക് കടന്നതായുള്ള ഒരു സൂചന പോലീസിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. 5 അംഗ സംഘത്തെ, പ്രത്യേക സംഘത്തെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. പക്ഷേ ഈ പ്രതികൾ എങ്ങോട്ട് പോയി എന്നത് കൃത്യമായി പോലീസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മുഖം മൂടി ധരിച്ച് ഈ വെറും ഇരുചക്ര വാഹനത്തിലെത്തുന്നു. കടയിൽ ഉണ്ടായിരുന്ന മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ വജ്രാഭരണങ്ങളും കൊള്ളയടിക്കുന്നു. ജീവനക്കാരെ തോക്ക് ചൂണ്ടി ഭയപ്പെടുത്തുന്നത് മാത്രമല്ല, ഇവർക്ക് നേരെ നിറയൊഴിക്കാനും മടിക്കാത്തൊരു സംഘം. ആരാണ് ഈ സംഘം? അതാണ് ഏറ്റവും പ്രധാനം. ഇവർ ഹിന്ദി സംസാരിച്ചു, ഇംഗ്ലീഷ് സംസാരിച്ചു. അത് ഒരു പക്ഷേ ഈ അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കുമെന്ന പോലീസ് നിഗമനമുണ്ട്. ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘത്തിന്റെ ഒരു സ്റ്റൈൽ ഇതുപോലെയാണ്. ഈ രീതിയിലുള്ള ഒരു കവർച്ചയാണ്. ദിവസങ്ങൾക്ക് മുൻപ് ഒരു സ്ഥലത്ത് തമ്പടിക്കും, അവിടെ കൃത്യമായി നിരീക്ഷണം നടത്തും. പിന്നീട് ആ കടയോ അതല്ലെങ്കിൽ വീടോ മുഴുവൻ കൊള്ളയടിക്കും. അങ്ങനെയുള്ള ഒരു സംഘമാണ് തമിഴ്നാട്ടിൽ നിന്നുണ്ടാവുന്നത്. അത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘമാണോ ഇത്? ഇവർ രക്ഷപ്പെട്ടത് എങ്ങോട്ടേക്കാണ്? ഇനി കേരള വഴി ഇവർ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടോ? അത്തരം ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഏതായാലും കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിലുള്ള മലയാളിയുടെ ഒരു ജ്വല്ലറിയാണ് സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന് പറയുന്ന ഈ ജ്വല്ലറി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിലാണ് ഇങ്ങനെ പട്ടാപ്പകൽ കൊള്ള നടന്നിരിക്കുന്നത്. അതും ഇവരുടെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇവരുടെ മുഖം വ്യക്തമായിട്ടുണ്ട്. പക്ഷെ ഇതാരാണ് എന്നത് പോലീസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സമാനമായ രീതിയിൽ കർണാടകയുടെ പല ഭാഗങ്ങളിലും തോക്ക് ചൂണ്ടിയുള്ള കവർച്ച ഉണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ബാഗിലേക്ക്, ATM-ലേക്ക് നിറക്കാൻ കൊണ്ടുവന്ന പണം ഇത്തരത്തിൽ കൊലപ്പെടുത്തിയൊക്കെ തട്ടിക്കൊണ്ടുവന്ന സംഭവം ഉണ്ടായിരുന്നു. അതിലെല്ലാം പ്രതികളെ വളരെ പെട്ടെന്ന് പോലീസിന് പിടികൂടാൻ സാധിച്ചിരുന്നു. പക്ഷേ കർണാടക പോലീസ് പകച്ചു നിൽക്കുകയാണ്. ഇതാരാണ് ഈ കവർച്ച നടത്തിയെന്ന കാര്യത്തിൽ ഇതുവരെ ഇവർക്ക് ഇവരുടെ സൂചനകൾ ലഭിച്ചിട്ടില്ല. ഇവർ എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ച് സൂചന ലഭിച്ചിട്ടില്ല. പ്രധാനമായും ഈ ഹുൻസൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഭാഗമണ്ഡലം ഭാഗത്തേക്കാണ്, അതായത് മടിക്കേരി ഭാഗത്തേക്കാണ് ഈ സംഘം അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഇരുചക്ര വാഹനത്തിൽ തന്നെയാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ അവിടെ നിന്നും ഭാഗമണ്ഡലം വഴി കേരളത്തിലേക്ക് കടക്കാൻ വഴിയുണ്ട്. അത് മാത്രമാണ്, കേരളത്തിലേക്ക് കടക്കാൻ മാത്രമാണ് അതുവഴി അവർക്ക് പറ്റുക. അങ്ങനെ കേരളത്തിലേക്ക് ഈ സംഘം കടന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ? അതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കിയ ഒരു കേസ്, അവരുടെ അഭിമാന പ്രശ്നമായി മാറിയിട്ടുണ്ട്. കാരണം വലിയ തോതിലുള്ള ചർച്ചയായിട്ടുണ്ട്. നമ്മുടെ സാമൂഹിക ദിവസങ്ങൾ പിന്നിടുന്നു. ഇതുവരെയും കവർച്ചാ സംഘത്തെക്കുറിച്ച് ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല. ഇത് പോലീസിന്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയല്ലേ? അന്വേഷണത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല, അവർ കേരളത്തിലേക്കാണ് ഈ കവർച്ചാ സംഘം കടന്നതെന്ന് സംശയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മോഷണത്തിന് പിന്നിൽ മലയാളി ബന്ധമുണ്ടാകുമോ?
ടോമെ, അത് തുടക്കത്തിൽ തന്നെ കർണാടക പോലീസ് അത്തരത്തിലൊരു സംശയം ഉന്നയിച്ചിരുന്നു. പക്ഷെ അതിലൊന്നും ഒരു സ്ഥിരീകരണം എത്താറായിട്ടില്ല. കാരണം ഇതൊരു സ്റ്റൈൽ, ഈ ഒരു കവർച്ചയുടെ സ്റ്റൈൽ നോക്കുമ്പോൾ ഒരു പക്ഷേ തമിഴ്നാട്ടിൽ നിന്നുള്ള തിരുട്ട് ഗ്രാമത്തിൽ നിന്നുള്ള സംഘങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റൈൽ എന്നാണ് കർണാടക പോലീസായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു ഈ അന്വേഷണ സംഘവുമായിട്ട്. അവർ പറയുന്നത് അങ്ങനെയാണ്. അത് കൂടാതെ ഈ മടിക്കേരി, കൊടക് എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ വലിയ തോതിൽ വനമേഖലയാണ്. ഈ വനത്തിനകത്ത് എവിടെയെങ്കിലും ഇവർ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് തമ്പടിച്ച് നിൽക്കുന്നുണ്ടോ, ഇതിൽ കൂടുതൽ പേരുണ്ടോ എന്നതും വലിയ സംശയം ഉയർന്നുണ്ട്. 5 അംഗ സംഘമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത്തരത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം വെടിയുതിർക്കുന്നതൊക്കെ ഈ ഒരു സംഘമാണ്. ഇതിൽ ഒരാൾ ഹെൽമെറ്റ് ആ കടയിൽ ഊരി വെച്ച് മോഷണം നടത്തുന്നു. അത്രയും കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി ഹനുമന്ത ജയന്തി ആയതുകൊണ്ട് തന്നെ പോലീസിന്റെ ശ്രദ്ധ മുഴുവൻ ആ ഒരു ഹനുമന്ത ജയന്തി ആഘോഷവുമായി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സമയത്താണ് ഈ സ്ഥാപനത്തിൽ കവർച്ച നടക്കുന്നത്. ഞായറാഴ്ച തുറന്നു പ്രവർത്തിച്ചിരുന്നു. അവിടെ സമീപത്തുണ്ടായിരുന്ന കടകളൊന്നും തന്നെ തുറന്നു പ്രവർത്തിച്ചിരുന്നില്ല. പട്ടാപ്പകൽ നടന്നൊരു കവർച്ച. ഇതിൽ മലയാളി ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു സ്ഥിരീകരണം എത്താൻ പോലീസിന് ഇതുവരെ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. നമുക്കറിയാം ഈ വ്യാപാര സ്ഥാപനങ്ങളെ പലതരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരു സുരക്ഷാ ജീവനക്കാരെ ഉപയോഗിച്ചാൽ മാത്രം തടയാൻ കഴിയുന്നതല്ല. ഇത്തരത്തിൽ 5ഓളം വരുന്ന സംഘം തോക്കും മറ്റ് സംഭവങ്ങളുമായൊക്കെ വരുന്നു. വലിയ തോതിൽ ഇവരെ ഭീഷണിപ്പെടുത്തുന്നു, വെടിവെക്കുന്നു. അങ്ങനെ ഒരു കവർച്ചയാണ് ഇതുണ്ടായത്. ഇവിടെ ഉണ്ടായിരുന്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 8 മിനിറ്റ് സമയമാണ് CCTV പരിശോധിച്ചപ്പോൾ പോലീസിന് കണ്ടെത്താൻ സാധിച്ചത്. FIR-ലും പറയുന്നത് അതാണ്. 8 മിനിറ്റ് കൊണ്ട് തന്നെ 8.5 കിലോ സ്വർണം, അതായത് അതിനകത്തുണ്ടായിരുന്ന മുഴുവൻ സ്വർണ്ണം ഈ സംഘം ജീവനക്കാർക്ക് ഏതെങ്കിലും പങ്ക് കാണുമോ, ഈ ആസൂത്രണത്തിൽ പങ്കാളികളായിട്ടുണ്ടാകുമോ? കാരണം അവർക്ക് നേരെ വെടിവെക്കുമ്പോൾ ആരുടെയും ദേഹത്ത് ഈ വെടികൊണ്ട് കൊണ്ടിട്ടില്ല, മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. കാരണം കൃത്യമായും ഒരു 8 മിനിറ്റിൻ്റെ ഇടവേളയിൽ നടന്ന കവർച്ച 10 കോടി രൂപയിലധികം വരുന്ന, അതായത് ഏകദേശം 8.5 കിലോയോളം വരുന്ന സ്വർണവും വജ്രവും അവിടെ നിന്നും കവരുന്നു. അന്വേഷണ സംഘം, ഈ കവർച്ചാ സംഘം കൃത്യമായും ഈ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്നു. വലിയൊരു ഗൂഢാലോചന, ആ ആസൂത്രണം ഈ കവർച്ചയ്ക്ക് പിന്നിൽ ഉണ്ടായിട്ടുള്ളതായി സംശയിക്കുന്നുണ്ടോ പോലീസ്? ടോമെ, എന്തായാലും ദിവസങ്ങളോളം നീണ്ടുനിന്ന ഒരു ആസൂത്രണം ഈ കവർച്ചയ്ക്ക് പിന്നിലുണ്ട് എന്ന് തന്നെ തുടക്കത്തിൽ തന്നെ പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഈ ജ്വല്ലറിയിലെ ജീവനക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ജ്വല്ലറി ജീവനക്കാരെ മുഴുവൻ പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. പ്രധാനമായും ഈ മാനേജർ അസ്കർ ഈ സംഘത്തെ തടയുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അത് മാനേജറാണ്, ആ സ്ഥാപനത്തിന്റെ മാനേജർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ആ മാനേജറെ തടയുന്നു ഈ സംഘം അയാളെ വെടിവെക്കാൻ വരുന്ന ഒക്കെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അതിനുശേഷം ഈ ഇരുചക്ര വാഹനത്തിൽ തന്നെയാണ്, ഈ ബൈക്കുകളിൽ തന്നെയാണ് ഈ സംഘം അവിടുന്ന് രക്ഷപ്പെടുന്നത്. കുറെ ദൂരം ഇവരെ പിന്തുടർന്നു എന്നാണ് പറയുന്നത് ഈ മാനേജർ. പോലീസിന്റെ ചോദ്യം ചെയ്യൽ മനസ്സിലാക്കുന്നതാണ്. അങ്ങനെ പിന്നീട് ഈ സംഘത്തെ കാണാതെ രീതിയിൽ ഇവർ മുന്നോട്ട് പോയി എന്നാണ് പറയുന്നത്. ഏതായാലും ഈ ജീവനക്കാരെ എല്ലാം ചോദ്യം ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിന് പുറമെ സംസ്ഥാനത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ സമാനമായ രീതിയിൽ കവർച്ച നടന്നിട്ടുണ്ടോ, ഈ സംഘങ്ങൾക്ക് മറ്റ് കേരളത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഈ സംഘങ്ങൾക്ക് ഏതെങ്കിലും കേസുമായി ബന്ധമുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനാണ് വിപുലമായ ഒരു 5 അംഗ സംഘത്തെ പ്രധാനമായും രൂപീകരിച്ചത്. ഈ ജീവനക്കാരെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണ സംഘം. അതിനിടയിൽ തന്നെ ഈ സംഭവം നടന്ന മിനിറ്റുകൾക്ക് അകം തന്നെ എല്ലാ ചെക്ക് പോസ്റ്റുകളും, അതിർത്തിയിലെ എല്ലാ ചെക്ക് പോസ്റ്റുകളും അടച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ ഈ സംഘം എങ്ങോട്ട് പോയി? കാരണം ഇത് 5-ൽ കൂടുതൽ സംഘമുണ്ട് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. 5 അംഗ സംഘം നേരിട്ട് കവർച്ചയ്ക്ക് പങ്കെടുത്തു. ഇതിന് പിന്നിൽ വലിയൊരു സംഘം ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളി. കേസിലാണ് നിർണായക ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഏകദേശം 8 മിനിറ്റിനിടെ 8.5 കിലോ സ്വർണമാണ് അവിടെ നിന്നും കവർന്നത്. ജീവനക്കാർക്ക് നേരെ വെടിയുതിർത്ത ശേഷം കവർച്ചാ സംഘം രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. നടൻ മോഹൻലാലിൻ്റെ അമ്മ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. രഞ്ജിത്ത് രാമേന്ദ്രൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി. രഞ്ജിത്ത്, വിശദാംശങ്ങൾ. ടോം, ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. നമുക്ക്
മോഹൻലാലിനെ പോലെ തന്നെ പ്രിയപ്പെട്ട ഒരമ്മയാണ് ശാന്തകുമാരി അമ്മ. 90 വയസ്സായിരുന്നു. പലപ്പോഴും മോഹൻലാൽ തൻ്റെ ഇൻ്റർവ്യൂകളിൽ അമ്മയെക്കുറിച്ച് എത്രയോ വാചാലമായി സംസാരിക്കുന്ന തരത്തിൽ പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. അത്രത്തോളം അമ്മയെ ചേർത്ത് നിർത്തിയിരുന്ന ഒരാൾ കൂടിയായിരുന്നു മോഹൻലാൽ. ഈ അമ്മയുടെ മരണമാണ് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരിക്കുന്നത്. അമൃതയിൽ നിന്നുള്ള ഡോക്ടർ എത്തി ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. മോഹൻലാൽ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹവും സഹപ്രവർത്തകരും ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. 89ാം പിറന്നാളിന് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് അമ്മയ്ക്ക് വേണ്ടി മോഹൻലാൽ തൻ്റെ വസതിയിൽ എളംകരയിലെ വീട്ടിൽ നടത്തിയ സംഗീത പരിപാടിയും മോഹൻലാലിൻ്റെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് നടത്തിയ പിറന്നാൾ ആഘോഷമൊക്കെ ഏറെ വൈകാരികമായ നിമിഷങ്ങൾ സമ്മാനിച്ചിരുന്നു. പലപ്പോഴും അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ദുഃഖത്തോടെ മോഹൻലാൽ പല കാര്യങ്ങളും പങ്കുവെക്കാറുണ്ട്. തൻ്റെ അമ്മ ഉണ്ട്, വീട്ടിലുണ്ട്, പക്ഷേ പല സ്ഥലങ്ങളിലും കൊണ്ടുപോകാനും മറ്റു കാര്യങ്ങൾ പങ്കുവെക്കാനും തൻ്റെ ആദ്യത്തെ സംവിധാനം ചെയ്ത ചിത്രമായ ബറോസിൻ്റെ അഭിമുഖ സമയത്ത് മോഹൻലാൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് 3D ഗ്ലാസ് വെച്ച് തിയേറ്ററിൽ കൊണ്ടുപോയി അമ്മയെ കാണിക്കണമെന്ന ആഗ്രഹം എനിക്കുണ്ട്, പക്ഷേ എനിക്കത് സാധിക്കാത്തതിൽ അതീവ ദുഃഖമുണ്ട് എന്ന്. കഴിഞ്ഞ 10 വർഷമായി മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മ പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലാണ്. സംസാരമൊക്കെ വളരെ കുറവായിരുന്നു, വളരെ മോശം അവസ്ഥയിൽ തന്നെ ആയിരുന്നു. പക്ഷേ അമൃത ഹോസ്പിറ്റലിലെ ചികിത്സയുണ്ടായിരുന്നു. കുറച്ചുനാൾ മുമ്പാണ് വീട്ടിലേക്ക് എത്തി അവിടെ ഡോക്ടറുടെ ചികിത്സ, പ്രത്യേക റൂമൊക്കെ സജ്ജമാക്കി, പ്രത്യേക ആരോഗ്യ സംവിധാനങ്ങളൊക്കെ ശരിയാക്കി അവിടെ ചികിത്സയിൽ തുടരുകയായിരുന്നു. എവിടെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും ഇടവേളകൾ കിട്ടുമ്പോൾ മോഹൻലാൽ എളമക്കരയിലെ ഈ വീട്ടിൽ ഓടിയെത്തുമായിരുന്നു. ചെന്നൈയിലായിരുന്നു സ്ഥിരതാമസം, നമുക്കറിയാം. അതിനുശേഷം ഈ കൊച്ചിയിലേക്ക് മാറിയത് തന്നെ അമ്മയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ് എന്ന് വേണം കരുതാൻ. അത്രത്തോളം മോഹൻലാൽ ചേർത്ത് നിർത്തിയിരുന്ന ഒരാളായിരുന്നു. അച്ഛൻ വിശ്വനാഥൻ നായരും സഹോദരൻ പ്യാരിലാലും മരിച്ച ശേഷം അമ്മ പൂർണ്ണമായും മോഹൻലാലിന് ഒപ്പമായിരുന്നു എളമക്കരയിലെ വീട്ടിൽ തന്നെ. നേരത്തെ പറഞ്ഞതുപോലെ പക്ഷാഘാതം 10 വർഷം മുമ്പാണ് പിടിപെട്ടത്. അതിനുശേഷം ആരോഗ്യസ്ഥിതി വളരെ മോശമായി വരുന്ന ഒരു പശ്ചാത്തലം ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം മോഹൻലാലിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് അതുപോലെ പ്രിയപ്പെട്ടതാണ്. പലപ്പോഴും ചിത്രങ്ങളിലൂടെയൊക്കെ അമ്മയുടെ മുഖം, മോഹൻലാലും അമ്മയുമായി ചേർന്ന് നിൽക്കുന്ന മുഖമൊക്കെ എല്ലാവർക്കും അത്രത്തോളം പ്രിയപ്പെട്ട, അത്രത്തോളം അടുത്ത് നിൽക്കുന്ന ഒരാളായി തന്നെ തോന്നും. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ഈ പറഞ്ഞതുപോലെ ബറോസിൻ്റെ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ ബറോസിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ കഥ അമ്മയോട് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്, ഇന്നും ഞാൻ അമ്മയെ കണ്ടിട്ടാണ് വരുന്നത്. 10 വർഷമായി അമ്മ കിടപ്പിലാണ്, ചികിത്സയിലാണ്. എൻ്റെ വലിയ ആഗ്രഹമാണ് അമ്മയെ കൊണ്ട് സിനിമ കാണിക്കണം എന്ന കാര്യം. ഏതായാലും മോഹൻലാലും ഭാര്യ സുചിത്രയും ഇപ്പോൾ കൊച്ചിയിലെ വീട്ടിലേക്ക്, എളമക്കരയിലെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അത്രത്തോളം സ്നേഹവും കരുതലും നൽകിയാണ് താരരാജാവ് അമ്മയെ കൊണ്ടു നടന്നത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം തിരുവനന്തപുരമാണ് മോഹൻലാലിൻ്റെ സ്വദേശം. ഇവിടെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. ഇപ്പോൾ വീട് അടച്ചിട്ടിരിക്കുന്ന പശ്ചാത്തലമാണ്, അവിടെ കാവൽക്കാർ മാത്രമാണ് ഉള്ളത്. ബാല്യകാലം മോഹൻലാൽ ചിലവഴിച്ചത് അമ്മയ്ക്കും അച്ഛനുമൊപ്പം, അച്ഛൻ വിശ്വനാഥൻ നായർ സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. അച്ഛനുമൊപ്പം ചിലവഴിച്ചത് തിരുവനന്തപുരത്ത് മുടവൻമുകളിലെ വീട്ടിൽ തന്നെയാണ്. അവിടെ ഏറെ വൈകാരികമായ ബന്ധമുള്ള, തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ആ വീട്ടിലെത്തിയതിന് ശേഷം മാത്രമാണ് മോഹൻലാൽ എന്നും മടങ്ങാറുള്ളത്. തൻ്റെ അമ്മയുടെ, അച്ഛൻ്റെ, സഹോദരൻ്റെയൊക്കെ ഓർമ്മകൾ ചേർത്ത് നിർത്തുന്ന ആ വീടുമായി വൈകാരിക ബന്ധം മോഹൻലാൽ എന്നും സൂക്ഷിച്ചിട്ടുണ്ട്. കൊച്ചിയിലായിരിക്കുമോ ചടങ്ങ് അതോ തിരുവനന്തപുരത്താണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ ഇക്കാര്യം ചർച്ച ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഏതായാലും സിനിമാ രംഗത്തെ സഹപ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മോഹൻലാലിനൊപ്പം കുറേ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. കൊച്ചിയിൽ തന്നെ അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസമായി അമ്മയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം കൊച്ചി വിട്ടുപോയിരുന്നില്ല. പല ചടങ്ങുകളും കൊച്ചിയിൽ അദ്ദേഹം സജീവ സാന്നിധ്യമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്പം മുമ്പാണ് ഈ മരണം എന്നത് സ്ഥിരീകരിച്ചത് എന്നുള്ളതാണ് ടോം. യെസ്, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടതാണ് അമ്മ എന്ന് പറയുന്നത്. പക്ഷെ അമ്മ, മോഹൻലാലിൻ്റെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ മോഹൻലാൽ ഓരോ ഇൻ്റർവ്യൂകളിലും, രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ഇൻ്റർവ്യൂകളിലും അമ്മയെക്കുറിച്ച് എപ്പോഴും വാചാലനാകുമായിരുന്നു. അത്രയധികം മോഹൻലാലിന് പ്രിയപ്പെട്ട അമ്മയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ശേഷം, പ്രഖ്യാപനത്തിന് ശേഷം മോഹൻലാൽ ആദ്യം അനുഗ്രഹം തേടിയെത്തിയതും അമ്മയുടെ സന്നിധിയിലായിരുന്നു, അമ്മയുടെ അടുത്തേക്കായിരുന്നു. അതിനുശേഷം മോഹൻലാൽ പങ്കുവെച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് അമ്മയെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു, അമ്മ അനുഗ്രഹിച്ചു, അമ്മ സുഖമില്ലാതിരിക്കുകയാണ്, സംസാരത്തിൽ ചില അവ്യക്തതയുണ്ട്, പക്ഷേ എനിക്ക് കേട്ടാൽ അക്കാര്യങ്ങളൊക്കെ മനസ്സിലാകും എന്നായിരുന്നു മോഹൻലാൽ അമ്മയെക്കുറിച്ചിട്ട് അവസാനമായി പറഞ്ഞത്. രഞ്ജിത്ത്, ഇനി അറിയേണ്ടത് ഈ സംസ്കാര ചടങ്ങുകൾ എവിടെയായിരിക്കും, എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങളാണ്.
അത്തരം കാര്യങ്ങളെക്കുറിച്ച് സുഹൃത്തുക്കൾ, നമുക്കറിയാം മോഹൻലാലുമായി ബന്ധപ്പെട്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഈ മരണസമയത്തും ഈ വാർത്ത അറിഞ്ഞ് നിരവധി സുഹൃത്തുക്കൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. സുഹൃത്തുക്കൾ കൊച്ചിയിൽ തന്നെയുള്ള ആളുകളാണ്. ഇവർ ഇതുമായി ബന്ധപ്പെട്ട് മോഹൻലാലുമായി ആലോചിച്ചു വരികയാണ്. ഇപ്പോൾ നേരത്തെ മോഹൻലാലിൻ്റെ അന്തരിച്ച സഹോദരനാണ് പ്യാരിലാലും മോഹൻലാലുമാണ് ശാന്തകുമാരി അമ്മയ്ക്ക് മക്കളായി ഉണ്ടായിരുന്നത്. അതിൽ പ്യാരിലാൽ അകാലത്തിൽ മരണപ്പെട്ട ഒരു സാഹചര്യമൊക്കെ മലയാളികൾക്ക് വളരെ അറിയാവുന്ന കാര്യമാണ്. ഈ മോഹൻലാലാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അദ്ദേഹം അത് അല്പസമയത്തിനകം തന്നെ അക്കാര്യം മാധ്യമങ്ങളെ അറിയിക്കുമെന്ന് സുഹൃത്തുക്കൾ വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭ്യമാകുക. ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്ക് ഭൗതിക ശരീരം കൊണ്ടുവരാനുള്ള സാഹചര്യമുണ്ട്. ഇവിടെ കുടുംബ വീട്ടിലാണ് അച്ഛൻ വിശ്വനാഥൻ നായരെ മായി ബന്ധപ്പെട്ട സംസ്കാര ചടങ്ങുകൾ നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പരിമിതമായ അറിവാണ്, കാരണം അത് വളരെ വർഷങ്ങൾക്ക് മുൻപാണ്. അതുകൊണ്ട് തന്നെ അതായിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരിക എന്ന ഒരാഗ്രഹം ഒരുപക്ഷെ മോഹൻലാലിനും അമ്മയും പങ്കുവച്ചിട്ടുണ്ടാവാം. അതനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഉണ്ടാവുക എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ കൊച്ചിയിൽ തന്നെ അത്തരത്തിലൊരു ചടങ്ങ് നടക്കും എന്നുള്ളതാണ്. ടോമ, മറ്റൊരു കാര്യം, നേരത്തെ ഒരു ചടങ്ങിൽ ഒരു പ്രസംഗം, ഇപ്പോഴും അത് വളരെ വൈകാരികമായി മലയാളികൾ കേൾക്കുന്ന ഒരു പ്രസംഗമാണ്. അതിൽ അബ്ദുൾ സമദ് സമദാനി MP അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു പ്രസംഗമുണ്ട്. വളരെ വൈകാരികമായ ഭാഷയിൽ, വളരെ മനോഹരമായി, കാവ്യാത്മകമായി അമ്മയെക്കുറിച്ച് അബ്ദുൾ സമദ് സമദാനി പറയുന്നൊരു പ്രസംഗം. മോഹൻലാൽ പങ്കെടുത്ത ഒരു ചടങ്ങ് കൂടിയായിരുന്നു അത്. അവിടെ വൈകാരികമായി തന്നെ ആ പ്രസംഗം കേട്ട് ഈർന്നണിയുന്ന മോഹൻലാലിനെ നമ്മൾ ഓർക്കുന്നുണ്ട്. അത്രത്തോളം വൈകാരികമായി ഒരു ബന്ധം ലാലേട്ടനും അമ്മയുമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ അമ്മയുടെ അടുത്ത് വളരെ ദീർഘകാലത്തോളം അമ്മയെ ഒപ്പം നിർത്തി ചികിത്സിക്കാനും കൂടെ നിൽക്കാനും ഒക്കെയുള്ള ഭാഗ്യം ലഭിച്ച ഒരു മകൻ കൂടിയാണ് മോഹൻലാൽ. അത്രത്തോളം അമ്മയുടെ ചികിത്സയിൽ മോഹൻലാൽ ശ്രദ്ധാലുവായിരുന്നു. പലപ്പോഴും അമൃത ആശുപത്രിയിൽ ദീർഘകാലം അമ്മ ചികിത്സയിൽ കിടന്നപ്പോൾ പക്ഷാഘാതത്തെ തുടർന്ന് അമൃതാനന്ദമയിയുമായൊക്കെ ബന്ധപ്പെട്ട് അമ്മയ്ക്ക് പ്രത്യേക പരിഗണനയും മറ്റും നൽകിയിരുന്നു. അമൃതാനന്ദമയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് മോഹൻലാൽ. അവിടെ പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഒരുക്കി അമ്മയ്ക്ക് ചികിത്സ നൽകിയതൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നാൾ മുമ്പാണ് വീട്ടിലേക്ക് എത്തിക്കുകയും അവിടെ പ്രത്യേക സൗകര്യങ്ങൾ, ഒരു ആശുപത്രിയുടെ മുറിക്ക് ആവശ്യമായ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഒരുക്കി അമ്മയ്ക്ക് ആവശ്യമായ ചികിത്സ മോഹൻലാൽ നൽകിയത്. അതിനുശേഷമാണ് ഇപ്പോൾ അല്പം മുമ്പ് മരണം സംഭവിച്ചത്. ഏതായാലും ഏറെ ദുഃഖകരമായ ഏറെ വൈകാരികമായ ഒരു വിവരം തന്നെയാണ് ടോം. മലയാളി സിനിമാ പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ഇഷ്ടപ്പെടാത്തവരായി ആരും കാണില്ല. ഇഷ്ടപ്പെടുന്നവർക്ക്, അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ പങ്കുവെക്കാനുള്ളത്. മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മ അന്തരിച്ചു. തീർച്ചയായും മേജർ രവി ചേരുന്നുണ്ട്. മേജർ രവി, ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് മോഹൻലാലിൻ്റെ അമ്മ അന്തരിച്ചു എന്നുള്ളത്. ഒരുപക്ഷെ മോഹൻലാലിന് അറിയാവുന്ന ഓരോ മലയാളികളും മോഹൻലാലിനെ പോലെ തന്നെ ഇഷ്ടപ്പെട്ടിരുന്ന മോഹൻലാലിൻ്റെ അമ്മയുടെ വിയോഗം, താങ്കൾക്ക് എങ്ങനെയാണ് അവരെക്കുറിച്ചുള്ള, അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാണ്? മോഹൻലാൽ എപ്പോഴെങ്കിലും അമ്മയെക്കുറിച്ച് താങ്കളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ അമ്മയുമായി അടുത്ത് ഇടപെടാനുള്ള ഒരു സാഹചര്യം താങ്കൾക്കുണ്ടായിട്ടുണ്ടോ? വളരെയധികം. കാരണം അമ്മയായിട്ട് ഞാൻ ഇന്നും തുടക്കം മുതൽക്ക് ലാലിനെ പരിചയപ്പെട്ടതിന് ശേഷം എപ്പോഴും അമ്മയായിട്ടുള്ളൊരു ബന്ധം, വളരെ ഗാഢമായിട്ടുള്ളൊരു ബന്ധം തന്നെയായിരുന്നു അത്. ബിക്കോസ് അത് അമ്മയും മോഹൻലാലും കൂടെയുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ലാലിനും മോഹൻലാലും അങ്ങനെയുള്ളൊരു പ്രത്യേക ആ അമ്മയുടെയും മോന്റെയും ബന്ധം എന്ന് പറയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റില്ല. പക്ഷെ അതൊരു അമ്മയും മോനും തമ്മിലുള്ള ബന്ധം എന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയായിരുന്നു. ബിക്കോസ് ഞാൻ കണ്ട സമയം മുതൽക്കുള്ള നർമ്മമായിട്ടുള്ള ആ മോഹൻലാലിന്റെ നർമ്മം മുഴുവൻ എനിക്ക് തോന്നുന്നു അമ്മയിൽ നിന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വളരെയധികം ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു വ്യക്തി. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരോടാണെങ്കിലും ശരി, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പോയി പറഞ്ഞാലുണ്ടല്ലോ, അതിന് നമുക്ക് കിട്ടുന്ന ആ ഒരു തലോടല്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു സംശയമില്ല. പക്ഷെ നമ്മളെ ഓരോരുത്തരും അമ്മയായിട്ട് ഏറ്റവും അധികം അടുത്തിരുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര മിസ്സിങ് ആയിരിക്കും ഈ അമ്മ പോയെന്ന്. പിന്നെ ലാലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് വളരെയധികം മിസ്സിങ് ആയിരിക്കും. അദ്ദേഹത്തിന് മനസ്സിനകത്തൊരു തോന്നലുണ്ടായിരിക്കും, എനിക്കിനി ആരും ഇല്ലല്ലോ എന്നുള്ളൊരു ഫീല് പോലെയാണ് ലാല് ഫീൽ ചെയ്യുന്നത്. താങ്കളുടെ ഒരു ഓർമ്മയിൽ, അതായത് ഈ മോഹൻലാലിന്റെ ഈ വളർച്ചയില് നമുക്കറിയാം മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമായി മോഹൻലാൽ മാറുന്നു, വലിയൊരു താരമാകുന്നു. പക്ഷെ മോഹൻലാലിന്റെ ഒരു കുട്ടിക്കാലം മുതൽ, അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഈ രീതിയിലുള്ളൊരു വളർച്ചയിൽ ഈ അമ്മ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകും?
അമ്മ വളർച്ചയിൽ എന്ന് പറഞ്ഞാൽ അമ്മ തന്നെയായിരുന്നു എല്ലാം. കാരണം ലാല് ഏതൊരു കാര്യമാണ് അമ്മോട് ചോദിച്ചല്ലാതെ ഒരു കാര്യം ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. എന്നാലും എല്ലാം അമ്മോട് പറയുന്നു. എവിടെ പോയി കഴിഞ്ഞാൽ അമ്മയോട് വിളിച്ചിട്ട് അമ്മ എന്ത് ചെയ്യുന്നു, ഇത് ഭക്ഷണം കഴിച്ചോ, അന്നേരം ഒരു കുട്ടികളെ എങ്ങനെ നോക്കുന്ന പോലെയാണ് അമ്മ ഇങ്ങോട്ട് നോക്കിയിരുന്നു, തിരിച്ച് അങ്ങോട്ടും അതുപോലെ തന്നെയായിരുന്നു. അപ്പം എനിക്കറിയില്ല എന്താ പറയേണ്ടത്. ഇവരുടെ ഒരു ബന്ധം ഇപ്പം ആലോചിക്കുന്ന സമയത്ത് വളരെയധികം വിഷമം എന്താണെന്ന് അറിയാം. ലാല് ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോയോ എന്നുള്ളത് തോന്നുന്നു. ബിക്കോസ് അദ്ദേഹത്തിന് ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അമ്മ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് വളരെയധികം വിഷമിച്ചിരുന്നു. ആ വിഷമം എന്തായിരുന്നു വെച്ചാൽ ഇനി എനിക്ക് മോഹൻലാലിന്റെ അമ്മയുടെ 89ാം ജന്മദിനം നിങ്ങൾ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ആഘോഷിച്ചതാണ്. ആ സമയത്ത് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അമ്മയെ അലട്ടിയിരുന്നു. മോഹൻലാൽ അതിനുശേഷം ഏറ്റവും ഒടുവിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യം ഓടിയെത്തിയത് അമ്മയുടെ അനുഗ്രഹം തേടിയാണ്. അത്രയധികം വലിയൊരു ബന്ധം അമ്മയ്ക്കുണ്ട്, അമ്മയും മോഹൻലാലും തമ്മിലുണ്ട്. അതോടൊപ്പം തന്നെ മോഹൻലാലിന്റെ അമ്മയും മോഹൻലാലിന്റെ സുഹൃത്തുക്കളും തമ്മിലും അതേ രീതിയിലുള്ളൊരു ബന്ധമുണ്ട്. അന്നത്തെ ആ ആഘോഷത്തിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് താങ്കളും പങ്കെടുത്തു എന്നാണ്. അന്നത്തെ ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ? സുഹൃത്ത് കൂടിയാണ് അദ്ദേഹമാണ് ഇപ്പോൾ ന്യൂസ് 18നോട് സംസാരിച്ചത്. നമുക്കറിയാം, നേരത്തെ ടോം പറഞ്ഞതുപോലെ 89ാമത്തെ പിറന്നാൾ മേജർ രവി അടക്കം പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു. അത് ആഘോഷപൂർവ്വം അമ്മയുടെ പിറന്നാൾ മോഹൻലാൽ നടത്തി. അന്നൊരു സംഗീത അർച്ചനയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഏറെ വൈകാരികമായ ചടങ്ങ് കൂടിയായിരുന്നു. അന്ന് വീൽ ചെയറിലിരുന്ന് ആ പിറന്നാൾ ആഘോഷത്തിൽ സന്തോഷത്തോടു കൂടി എല്ലാം ആസ്വദിക്കുന്ന അമ്മയുടെ കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ്. അതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അത്രത്തോളം പ്രിയപ്പെട്ട ഒരമ്മയാണ് വിടവാങ്ങുന്നത്. 90ാം വയസ്സിലാണ് അമ്മ മകൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും കണ്ട് മലയാളത്തിലെ എണ്ണം പറഞ്ഞ, മലയാളത്തിലെ ഏറ്റവും വലിയ താരരാജാവായി മകൻ വളരുന്നത് കണ്ട്, എല്ലാ മലയാളികളുടെയും സ്നേഹ ആശസ്സുകൾ മകൻ ഏറ്റുവാങ്ങുന്നത് കണ്ട്, മകൻ്റെ അങ്ങനെ ഓരോ വളർച്ചയിലും നോക്കിക്കണ്ട ഒരമ്മയാണ് വിടവാങ്ങുന്നത്. അത്രത്തോളം പുണ്യം ചെയ്ത ഒരമ്മ എന്ന് വേണം ശാന്തകുമാരി അമ്മയെ വിശേഷിപ്പിക്കാൻ. കാരണം മോഹൻലാലിൻ്റെ കരിയർ മലയാളിക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഏറ്റവും അറിയാവുന്ന ഒന്നാണ്. തിരനോട്ടം മുതൽ ഇങ്ങോട്ട് ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമയായ തുടരും വരെയുള്ള സിനിമകളിലൊക്കെ മോഹൻലാൽ അപ്രപാളികളിൽ മലയാളിക്കായി കാത്തുവച്ച ഒരുപാട് ആടിത്തിമിർത്ത കഥാപാത്രങ്ങൾ, അതിലൊക്കെ ഓരോ കഥാപാത്രങ്ങളും അമ്മയ്ക്കും സുപരിചിതമായിരുന്നു. മോഹൻലാലിൻ്റെ സിനിമകൾ കാണാനൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ മകനെ വില്ലന്മാരൊക്കെ അടിക്കുന്നത്, അത്തരം സിനിമകളോട് മോഹൻലാൽ പലപ്പോഴും ശാന്തകുമാരി പലപ്പോഴും തമാശ രൂപേണയെങ്കിലും എൻ്റെ മകനെ ആരും തല്ലുന്ന ഇഷ്ടമല്ല, തമാശ സിനിമകൾ മാത്രമാണ് ഞാൻ അത്തരത്തിൽ മകൻ്റെ കൂടുതലായി കാണാറുള്ളത് എന്ന അഭിമുഖങ്ങളിലൊക്കെ പറയുന്ന ഒരമ്മയെ കൂടി നമ്മൾ കണ്ടിരുന്നു. അത്രത്തോളം മകനെ സ്നേഹിച്ചിരുന്ന ഒരമ്മയായിരുന്നു. അത്രത്തോളം കരുതൽ ലാലേട്ടനും അമ്മയ്ക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ്. ആ അമ്മയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. തീർച്ചയായും മേജർ രവിയൊക്കെ പറഞ്ഞതുപോലെ ഒരു ഒറ്റപ്പെടലിൻ്റെ വേദന ഒരുപക്ഷെ മോഹൻലാൽ ഉണ്ടാകും. അമ്മ എന്ന വികാരം അത് അത്തരത്തിൽ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് എന്ന് നമുക്കറിയാം. അതുതന്നെയാണ് മോഹൻലാൽ. വ്യക്തമാണ്. രഞ്ജിത്ത് രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നടൻ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അല്പസമയം മുമ്പാണ് കൊച്ചി എളമക്കരയിലെ വസതിയിൽ വെച്ച് അന്തരിച്ചത്. സംസ്കാരം നാളെ നടക്കും. സ്പോട്ടിലേക്ക് പൂർണ്ണമാകുന്നു. നമസ്കാരം.